ഡേ 3 ഇൻ സ്കോട്ട്ലൻഡ്. ലാസ്റ്റ് നൈറ്റ് സ്റ്റേയിലെത്തിയപ്പോഴത്തേക്കും ഡാർക്ക് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഡോർ തുറന്ന് പുറത്തേക്ക് നടത്തപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും അടിപൊളി വ്യൂ ആയിരുന്നു നമ്മുടെ സ്റ്റേയുടെ ചുറ്റും. മോർണിംഗ് 9 AM ആണ്, ബട്ട് സ്റ്റിൽ നല്ല ഡാർക്ക് ആയിരുന്നു ഔട്ട്സൈഡൊക്കെ. ഇന്നും നമ്മളൊരു ചെറിയ റോഡ് ട്രിപ്പാണ്. സീനറീസ് ഒക്കെ കാണാൻ വേണ്ടി മാത്രം പോകുന്ന പോലെ. പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ടായിരുന്നു. അവരാണ് കേട്ടോ അതേ ഈ പ്ലഫി ആയിട്ടുള്ള വൈറ്റ് ഷീപ്സ്. ഈ കാണുന്ന വ്യൂ ഒക്കെ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അത്രയും അടിപൊളിയായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു. വെതറൊക്കെ ആക്ച്വലി നല്ലതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ ചെറിയൊരു വാട്ടർഫോൾ. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വേഗം വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആക്കി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അടിപൊളി വ്യൂ ആയിരുന്നു. രണ്ട് വലിയ സ്നോ മൗണ്ടൈൻസിന്റെ നടുക്കിൽ ചെറിയൊരു വാട്ടർഫോൾ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മളൊരു ബ്രിഡ്ജ് കണ്ടേ. അപ്പൊ അതിന്റെ സൈഡിലും കാർ നിർത്തിയിട്ട് ഇറങ്ങി വാക്ക് ചെയ്ത് പോവാന്ന് വിചാരിച്ചു കുറച്ച് ആ ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക്. അതും നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന മൗണ്ടെയിൻ വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഫുൾ ഒരു സിനിമാറ്റിക് സീൻ പോലെയായിരുന്നു. നടന്നു പോകുന്ന വഴി അത്രയ്ക്ക് നല്ലതായിരുന്നില്ല, കാരണം ഗ്രൗണ്ട് ഫുൾ ഐസായിട്ട് നല്ല റിസ്ക് ആയിരുന്നു. സ്ലോ മോഷനിലായിരുന്നു നടന്നിരുന്നത്, ഏകദേശം പെൻക്വിൻസിന്റെ പോലെ. ഞങ്ങൾ അവിടെ നിന്ന് പോയി പിന്നെ ഒരു ചെറിയ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച വൺ ഓഫ് ദ പ്ലേസസിൽ ഒന്നായിരുന്നു പോർട്രി. ഫൈനലി നമ്മൾ അവിടെ എത്തി. ഒരു ചെറിയ ടൗൺ ആണ്, ബട്ട് സോ ബ്യൂട്ടിഫുൾ. ക്യൂട്ട് ഹൗസസും ഹാർബർ സൈഡ് വ്യൂസും ഒക്കെ ആയിട്ട് ഒരു കാം വൈബാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഈ കാണുന്ന ലേക്കിൽ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പോവാം, ബട്ട് മഴ ആയതുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി കോഫിയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും ഇത് ഈവനിങ് ആയി തുടങ്ങി. പിന്നെ സ്കോട്ട്ലൻഡിൽ പെട്ടെന്ന് തന്നെ ഡാർക്ക് ആവും ചെയ്യും. ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് തിരിച്ച് റൂമിൽ എത്തണം എന്നുള്ളത്. പോർട്രയിൽ നിന്ന് ഒരു 1 hour ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേയിലോട്ട്. പോകുന്ന വഴിക്കും നല്ല ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. വീട്ടിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തത് എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വന്നു. സിമ്പിൾ ആൻഡ് ഹാപ്പി എൻഡിങ് ടു ദ ഡേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.